ഹായ് ഗായ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വീഡിയോകൾക്ക് വാട്ടർമാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വാട്ടർമാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗോയോ ഒക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ക്സ്കേപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രാഫിക്സ് ഡിസൈനിങ് പ്രോഗ്രാം ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു വാക്ക് മാത്രം ടൈപ്പ് ചെയ്തിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതും എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഷോർട്ട് കട്ട്. ഇനി നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യേണ്ട വീഡിയോ ഓപ്പൺ ചെയ്യാം. മുകളിൽ ഓപ്പൺ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്, സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ വന്നിട്ട് കാര്യമില്ല, നമുക്ക് ടൈം ലൈനിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ടൈം ലൈനിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ആഡ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് വാട്ടർമാർക്ക് കൊടുക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് എന്താണ്, ഒരു വീഡിയോ ട്രാക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോ ട്രാക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ടൈം ലൈൻ മെനു എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. അവിടെ ട്രാക്ക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഇല്ല. അവിടെ വീഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് വീഡിയോ ട്രാക്ക്. ഓക്കെ, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ ട്രാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, നമ്മുടെ വാട്ടർമാർക്ക് ഈ വീഡിയോ ട്രാക്കിലോട്ട് കയറ്റി ഇടുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് അത് ഇടുന്നതെന്നുള്ളത്. മുകളിൽ ചെല്ലുക, ഓപ്പൺ ഫയൽ, നമ്മുടെ വാട്ടർമാർക്കിൻ്റെ ചെന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക, വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു PNG ഫയലാണ്, ഞാൻ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർമാർക്ക്. ഇതെന്ത് ചെയ്യും, ഇനി ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ഈ ടൈം ലൈനിനകത്ത് ഇടുക. അത്രേ ഉള്ളൂ കാര്യം. ഇങ്ങനെ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ വീഡിയോ ട്രാക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്ന വീഡിയോ ട്രാക്കിനകത്തുള്ളതായിരിക്കും ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നത്. ഏറ്റവും താഴെ വരുന്ന, ഏറ്റവും ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന ഏറ്റവും താഴെ കിടക്കുന്ന വീഡിയോ ട്രാക്ക് ആയിരിക്കും. ഓക്കെ, ഇതൊരുമാതിരി ലെയർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് വീഡിയോ നമ്മുടെ വാട്ടർമാർക്കിലേക്ക് പോകാം. നമ്മുടെ ഈ വാട്ടർമാർക്ക് നമ്മളിവിടെ ആഡ് ചെയ്തു, പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ ലെങ്ത്ത് കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ വാട്ടർമാർക്കിൻ്റെ അറ്റത്ത് മൗസിൻ്റെ കഴ്സർ കൊണ്ട് വെക്കുക. അപ്പോൾ ആരോ ആയിട്ട് മാറുന്ന കാണാം. ഓക്കെ, അപ്പോൾ ഈ ആരോ വരുന്ന സമയത്ത് മൗസിൽ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് വലത്തോട്ട് നീക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഉടനീളം നമ്മുടെ വാട്ടർമാർക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി പ്ലേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് വാട്ടർമാർക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ വാട്ടർമാർക്ക് ഈ സെൻട്രലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഇവിടെ കിടക്കണം, നമുക്ക് ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് കിടന്നാൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. നമ്മുടെ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക, ഫിൽറ്റേഴ്സ് ചെല്ലുക. ഓക്കെ, ഫിൽറ്റേഴ്സ് ഇനി നിങ്ങൾക്ക് മിസ്സിങ് ആണെങ്കിൽ വ്യൂവിനകത്തില്ല, അവിടെ ഫിൽറ്റേഴ്സ് ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ ഫിൽറ്റേഴ്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണ്, അതിനകത്ത് ടൈപ്പ് ചെയ്യുക സൈസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സൈസ്, പൊസിഷൻ, റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്ടർമാർക്കിന് ചുറ്റിനും കുറേ ഹാൻഡിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർമാർക്ക് ചെറുതാക്കാവുന്നതാണ്. കണ്ടല്ലേ, ഇതിൻ്റെ സെൻറ്ററിലുള്ള സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് മൗസ് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ വാട്ടർമാർക്ക് കൊണ്ടുവന്ന് വീഡിയോയിൽ വെക്കാവുന്നതാണ്. കണ്ടല്ലേ, ഇവിടെ വേണേൽ വെക്കാം, അല്ലെങ്കിൽ ഈ മൂലയ്ക്ക് കൊണ്ടുവെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എവിടെ വേണേലും കൊണ്ടുവെക്കാവുന്നേ ഉള്ളൂ. കണ്ടല്ലേ, നമുക്ക് ഈ ഹാൻഡിൽസ് ക്ലിക്ക് ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മുടെ വാട്ടർമാർക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി റൊട്ടേറ്റ് ചെയ്താൽ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫിൽറ്റേഴ്സിനകത്ത് വരിക, നമ്മുടെ ഫിൽറ്റർ സെലക്ട് ചെയ്യുക, സൈസ്, പൊസിഷൻ, റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. അവിടെ റൊട്ടേഷനകത്തില്ല. ഓക്കെ, അത് 0 ആക്കുക. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത്ര പൂർണ്ണമായിട്ടും വാട്ടർമാർക്ക് കാണിക്കേണ്ട, ഒരു ശകലം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം കാണാൻ. അതായത് ബാക്ക്ഗ്രൗണ്ട്, ആ വീഡിയോയുടെ ഭാഗങ്ങളും കുറച്ച് അതിനകത്തൂടെ കാണണം. അങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. ഫിൽറ്റേഴ്സിനകത്ത് തന്നെ ചെല്ലുക, അവിടെ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് കൊടുക്കുക, സെർച്ച് വരും, അതിനകത്ത് ടൈപ്പ് ചെയ്യുക ഒപ്പാസിറ്റി. ഓക്കെ, ഇതാണ് ഒപ്പാസിറ്റി, സെലക്ട് ചെയ്യുക, അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഒപ്പാസിറ്റി വരും. ഇവിടെ ലെവലെന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്ടർമാർക്കിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമുക്കങ്ങനെ ഒരു ശകലം വാട്ടർമാർക്ക് കാണാവുന്ന രീതിയിൽ തീരുമാനിക്കാവുന്നതാണ്. കണ്ടില്ലേ, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, പിന്നെ ഇവിടെ ഗ്രിഡ്സ് ഉണ്ട്. ഈ ഗ്രിഡ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കൂടുതൽ വാട്ടർമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള ഗ്രിഡ്സ് നമുക്ക് വരുന്നുണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞു, മതി. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഒന്നും ചെയ്യാനില്ല, ഇനി എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്.
മുകളിൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എക്സ്പോർട്ട് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ അല്ലാതെ വ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്ന ഒരു എക്സ്പോർട്ടും വരുന്നതായിരിക്കും. ഇവിടെ എക്സ്പോർട്ട് ഫയലുണ്ട്, റീസെറ്റ് എന്നുണ്ട്, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ചെല്ലേണ്ട അഡ്വാൻസിനകത്താണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസൊല്യൂഷനും ആസ്പെക്ട് റേഷ്യോയും ഫ്രെയിം റേറ്റും ഇതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കൊഡാക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. പിന്നെ ക്വാളിറ്റി എത്ര വേണം, ഒരു 60 ഒക്കെ ഇടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ, 60. പിന്നെ ഓഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് അങ്ങനെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. കൊഡാക്ക് എന്ത് വരണം എന്നൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫോർമാറ്റ് ചൂസ് ചെയ്യാറുണ്ട്. MP4 വേണോ മറ്റേതെങ്കിലും ഫോർമാറ്റ് വേണോ എന്നൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഫയൽ എന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ബ്രൗസർ ഓപ്പൺ ആയി വരും, ഒരു ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡറിൽ ചെല്ലുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് വീഡിയോ സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന പേര് വാട്ടർമാർക്കഡ് എന്നും പറഞ്ഞുകൊണ്ടാണ്, വാട്ടർമാർക്കഡ്. ഓക്കെ, ശേഷം ഞാൻ എന്ത് ചെയ്തു, സേവ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കാത്തിരിക്കാമെങ്കിൽ ആ വീഡിയോ എക്സ്പോർട്ടായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ആ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സാധാരണ ഒരു വാക്ക് മാത്രമായിട്ട് ടൈപ്പ് ചെയ്തിടാമെന്നുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിൽ ലോഗോയോ വാട്ടർമാർക്കോ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു വാക്ക് മാത്രമായിട്ട് ടൈപ്പ് ചെയ്തിടാം. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ആ ലോഗോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മുകളിൽ ചെല്ലുക, ഓപ്പൺ അതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ചെല്ലുക. അവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പം ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്. ഇപ്പം ഞാൻ ആക്സിയം കാറ്റലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശേഷം ആഡ് ടു ടൈം ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അത് ടൈം ലൈനിൽ വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഇതാ കണ്ടില്ലേ? ഇത് നമുക്കിതിൻ്റെ ലെങ്ത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ തീരുമാനിക്കാവുന്നതാണ്. എത്ര വരെ കാണണം എന്നൊക്കെ തീരുമാനിക്കാം. പിന്നെ അത്യാവശ്യം നമുക്ക് ഫിൽറ്റേഴ്സിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്റ്റ് സിമ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഇതിനകത്ത് നമുക്ക് ടെസ്റ്റുകൾ നമ്മുടെ ടെസ്റ്റ് ആഡ് ചെയ്ത ടെസ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഔട്ട്ലൈൻ തീരുമാനിക്കാവുന്നതാണ്. അതായത് ടെസ്റ്റിൻ്റെ ചുറ്റും ഒരു എഡ്ജസ് അതായത് സ്ട്രോക്ക് പോലെ വരും. അപ്പോൾ ആ സ്ട്രോക്ക് നമുക്കിവിടെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു മഞ്ഞ കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ? എന്നിട്ട് പാഡിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ടെസ്റ്റുമായിട്ടുള്ള ആ ഒരു സ്പേസ് നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിനകത്ത് ഫോണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കിടിലം ഫോണ്ടാണ് കേട്ടോ, മോൺസെറാട്ട് എന്ന് പറയുന്ന ഫോണ്ട്. ഓക്കെ, ഇതാണ് മോൺസെറാട്ട്. ഓക്കെ, സെലക്ട് ചെയ്തു, കണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, കണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് മറ്റേ ഒപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് നേരത്തെ പോലെ തന്നെ ട്രാൻസ്പാരൻസിയും കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഒപ്പാസിറ്റി ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒപ്പാസിറ്റി. ഓക്കെ, ശേഷം ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെയും വേണ്ട ഒപ്പാസിറ്റി അതായത് അതിൻ്റെ ട്രാൻസ്പാരൻസി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്കതനുസരിച്ച് വീഡിയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള വീഡിയോ ആ ട്രാക്കൊക്കെ നമുക്കിവിടെ തെളിഞ്ഞ് കാണാൻ പറ്റും. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ എക്സ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ടെസ്റ്റ് അതറിനകത്ത് എന്നിട്ടാണല്ലോ ടെസ്റ്റ് ആഡ് ചെയ്തത്. അതല്ലാതെ തന്നെ നമുക്കൊരു ഫിൽറ്റർ, അതായത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ആണല്ലോ, ഇത് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ വീഡിയോ സെലക്ട് ചെയ്തു, ഇവിടെ ഫിൽറ്റേഴ്സിനകത്ത് നിന്ന് പ്ലസിനകത്ത് ക്ലിക്ക് ചെയ്തു, ഇവിടെ ടെസ്റ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കണ്ടില്ലേ? ടെസ്റ്റ് സിമ്പിൾ, പിന്നെ ടെസ്റ്റ് റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കിങ്ങനെ ടൈറ്റിലും മറ്റുമൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് സിമ്പിൾ കൊടുത്തപ്പോൾ കണ്ടില്ലേ, നമുക്ക് ടൈം കോഡാണ് കാണിക്കുന്നത്. വീഡിയോയുടെ ടോട്ടൽ ടൈം കോഡ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോടൊപ്പം തന്നെ ഈ ടൈം കോഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ടൈം കോഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ കാറ്റലിസ്റ്റ് എന്നൊക്കെ അടിക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഓക്കെ, റീസൈസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. നേരത്തെ കണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു പോരായ്മയുണ്ട്. ഇത് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുത്തേക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും നടക്കത്തില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒപ്പാസിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് ഒപ്പാസിറ്റി ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യാം ഇതിൽ. ഓക്കെ, ഒപ്പാസിറ്റി എവിടെ പോയി? ഓക്കെ, ഒപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്കൊന്നും ഒരു ഗുണവും ഉണ്ടാകത്തില്ല, യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് ഓപ്പൺ അതറിനകത്ത് നിന്നിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞത് തന്നെ എടുക്കുക. അപ്പോൾ അത് പുതിയൊരു ലെയറായിട്ട് വന്നിട്ട്
നമുക്ക് മറ്റൊരു ട്രാക്കിനകത്താണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രാൻസ്പാരൻസി കിട്ടും. അപ്പോൾ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്താണ് വേണമെങ്കിൽ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്പാരൻസി, അതായത് ഒപ്പാസിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ലെയറായിട്ട് മറ്റൊരു വീഡിയോ ട്രാക്കിൽ ആഡ് ചെയ്യുക. നമ്മളിവിടെ ആഡ് ചെയ്ത പോലത്തെ വീഡിയോ ട്രാക്കിൽ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു വീഡിയോ ട്രാക്കാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് കണ്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നിറം കണ്ടില്ലേ, അത് ആ വീഡിയോ ട്രാക്കിലാണ് ഇരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ പ്ലസ് ചിഹ്നത്തെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ട്രാക്കിലായിരിക്കും നമ്മുടെ എന്താണ് പറയുക വാട്ടർമാർക്ക് വരുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ ഈ വീഡിയോ ട്രാക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ട്രാക്ക് സെലക്ട് ആവും. ശേഷം പ്ലസ് ചിഹ്നം ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോ ട്രാക്കിലായിരിക്കും നമ്മുടെ വാട്ടർമാർക്ക് വരുന്നത്. ഓക്കെ, കണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതനുസരിച്ച് വാട്ടർമാർക്ക് മുന്നോട്ട് നീങ്ങിയായിരിക്കും വീഴുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലായിരുന്നോ, ഇവിടെ ഓൾറെഡി ഒരു വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ ഈ വാട്ടർമാർക്ക് മുന്നോട്ട് നീങ്ങിയാണ് വീണത്. ഓക്കെ, അപ്പം പിന്നീട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യം. ആ ഒരു എന്താണ് ഇമേജ് എങ്കിലും ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഇവിടെ റിപ്പിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കാം, ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും ഡിലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യുക, അതായത് കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിനകത്ത് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.